വയനാട്ടിലെ സാഹചര്യം നമ്മൾ പരിശോധിച്ചു. കോഴിക്കോട് വിലങ്ങാട് ഉണ്ടായ ദുരന്തത്തിന്റെ അവസ്ഥയിലേക്ക് കൂടി ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് എന്നതിലേക്ക് നമ്മൾ പോവുകയാണ്. ദുരന്തത്തിന്റെ വ്യാപ്തി വലുതാണെങ്കിലും ദുരന്തഭൂമിയിൽ പഠനം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തിയ നിയമസഭാ പരിസ്ഥിതി ഉപസമിതിയുടെ ഈ ഒരു നിലപാട്. ദുരന്തബാധിതർക്ക് എല്ലാവിധമായ നഷ്ടപരിഹാരവും ഉറപ്പാക്കുമെന്നും സമിതി കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പുനരധിവാസത്തിന്റെ ഭാഗമായി 2 ആഴ്ചയ്ക്കകം NIT സംഘവും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. കോഴിക്കോട് നിന്നും റമീസ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് റമീസ്. ഗുഡ് മോർണിംഗ് കാവ്യ. വലിയൊരു ആശ്വാസമായി അവിടെ മരണസംഖ്യ ഉയർന്നില്ല, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കണക്കുകളിലേക്ക് മുണ്ടക്കൈയിലെ പോലെ പോയില്ല എന്നതേ ഉള്ളൂ. പക്ഷേ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്, വലിയ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ നേരത്തെ എത്തിയിട്ടുണ്ട് വിദഗ്ധ സംഘം. ഇപ്പോൾ നിയമസഭാ ഉപസമിതി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ വിലങ്ങാടിനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? കാവ്യ, വയനാട് മുണ്ടക്കൈയിലുണ്ടായ ദുരന്തം, ആ ഒരു ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നമ്മൾ മറന്നുപോയ, അല്ലെങ്കിൽ ആ ദുരന്തത്തോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ദുരന്തം തന്നെയായിരുന്നു കോഴിക്കോട് വിലങ്ങാടും ഈ ജൂലൈ 30-ാം തീയതി ഉണ്ടായത്. ഏകദേശം 14 വീടുകൾ പൂർണ്ണമായും തകർന്നു പോവുകയും 180ഓളം കുടുംബങ്ങൾ അനാഥമാവുകയും ചെയ്ത വലിയൊരു ദുരന്തം തന്നെയായിരുന്നു ജൂലൈ 30-ാം തീയതി കോഴിക്കോട് വിലങ്ങാടുണ്ടായത്. എന്തായാലും ആ ഒരു ദുരന്തത്തിൽ നിന്ന് മറികടക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് സർവകക്ഷി അംഗങ്ങളുടെയൊക്കെയും തന്നെ പോരാട്ടം അത് വിജയം കണ്ടു എന്ന് തന്നെ പറയാം. ഏകദേശം എല്ലാവരെയും തന്നെ ഈ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായാണ് ഇന്നലെ നിയമസഭാ പരിസ്ഥിതി സമിതി സ്ഥലം സന്ദർശിക്കുകയും വേണ്ട തീരുമാനങ്ങൾ നടപടികൾ കൈക്കൊള്ളുമെന്നും അറിയിച്ചിട്ടുള്ളത്. ഏകദേശം മുൻഗണനാ പട്ടികയുണ്ടാക്കി പുനരധിവാസം ഉറപ്പാക്കുമെന്നും കൃഷിനാശം ഉണ്ടായ മുഴുവൻ പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി വേണ്ട സഹായങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കുമെന്ന് തന്നെയാണ് മന്ത്രിസഭ പരിസ്ഥിതി സമിതി ഇന്നലെ സ്ഥലം സന്ദർശിച്ച ശേഷം യോഗത്തിൽ വ്യക്തമാക്കിയത്. ദുരന്തത്തിൽ അകപ്പെട്ടവരെയും കൂടാതെ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞ മാത്യു എന്നയാളുടെ കുടുംബത്തെയും ഈ മന്ത്രിസഭ പരിസ്ഥിതി സമിതി സന്ദർശിക്കുകയും തുടർന്ന് അവർക്ക് വേണ്ട സഹായങ്ങളടക്കം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുനരധിവാസവും സഹായങ്ങളും വൈകാതെ തന്നെ നടപ്പിലാക്കുമെന്നും ഇതിന് സർക്കാർ തല ഇടപെടൽ നടത്തുമെന്നും സംഘം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജൂലൈ 30-ാം തീയതി 7 ഇടങ്ങളിൽ കോഴിക്കോട് വിലങ്ങാടിൽ മഞ്ഞച്ചീലി, വായാട്, പന്നിയേരി തുടങ്ങിയ 7 ഇടങ്ങളിലായിരുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. തുടർന്ന് 14 വീടുകൾ പൂർണ്ണമായി ഒഴുകിപ്പോവുകയും 112 വീടുകൾ താമസയോഗ്യമല്ല എന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുകയും ആ ഒരു ഭാഗം കൂടുതൽ താമസയോഗ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനായി പ്രത്യേക സംഘത്തെയും അവിടെ നിയോഗിച്ചിരുന്നു. ഏകദേശം കോടികളുടെ വലിയൊരു നാശനഷ്ടമാണ് വിവിധ സംഘങ്ങൾ ചേർന്ന് സ്ഥലത്ത് ദുരന്തഭൂമിയിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഈ മേഖലകളിലൊക്കെയും തന്നെ ഒരു പുനരധിവാസത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ഉടൻ ലഭ്യമാക്കും എന്ന് തന്നെയാണ് മന്ത്രിസഭ പരിസ്ഥിതി സമിതി ഇന്നലെ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വിലങ്ങാട് സംഘടിപ്പിച്ച പ്രത്യേക അദാലത്ത്, ഇതൊക്കെയും തന്നെ ഈ വയനാട് പോലെ തന്നെ വിലങ്ങാടിനെയും സർക്കാർ കൃത്യമായി പരിഗണിച്ചു എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഭാഗമായി വയനാട്ടിലേതുപോലെ പ്രത്യേക അദാലത്തും അതുപോലെ തന്നെ ഈ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകുന്ന യോഗങ്ങൾ അടക്കം ഈ ഭാഗമായി നടത്തിയിരുന്നു. ഏകദേശം 102 രേഖകൾ ഇതിൻ്റെ ഭാഗമായി ഈ ദുരന്തബാധിതർക്ക് പുനഃസൃഷ്ടിച്ച് നൽകിയിരുന്നു. ഏതായാലും ഈ ഒരു മന്ത്രിസഭ പരിസ്ഥിതി സമിതി നൽകിയ ഉറപ്പുകളിൽ പ്രധാനപ്പെട്ടത് വിലങ്ങാടിനായി പ്രത്യേക പാക്കേജ് ഉറപ്പാക്കും, പുനരധിവാസത്തിനും സഹായങ്ങൾക്കും വൈകാതിരിക്കാൻ സർക്കാർ തലത്തിലുള്ള ഇടപെടൽ നടത്തും, ദുരിതബാധിതരുടെ ലോൺ സംബന്ധിച്ച് ബാങ്കുകളുമായി പ്രത്യേക ചർച്ച നടത്തുമെന്നും ഈ മന്ത്രിസഭാ പരിസ്ഥിതി സമിതി ഇന്നലെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. കാവ്യ. ശരി രമേശ്, നിയമസഭാ പരിസ്ഥിതി ഉപസമിതിയാണ് അവരുടെ സന്ദർശനം കഴിഞ്ഞ ദിവസം നടന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി ഈ വിലങ്ങാട് പുനരധിവാസം സംബന്ധിച്ച വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്ക് കാണാം. വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും രമേശ് നൽകിയത്. വീണ്ടും ഇടവേള.